ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിദ്യാർത്ഥി ലോകം ഈസിലേക്ക് സ്വാഗതം. ഇന്ത്യ സ്വയം നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് ഉടൻ തന്നെ കമ്മീഷൻ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. 2 ആഴ്ചയോളം നീളുന്ന 4ാം ഘട്ട സമുദ്ര പരീക്ഷണത്തിന് ശേഷമായിരിക്കും വിക്രാന്ത് പോരിന് സജ്ജമാക്കുക. വരുന്ന സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിക്രാന്ത് കമ്മീഷൻ ചെയ്യുമെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിന് സമാന്തരമായ മറ്റൊരു വിമാനവാഹിനി കപ്പൽ തയ്യാറാക്കുന്ന തിരക്കിലാണ് ചൈനയും. ഷാങ്ഹായിൽ വെച്ച് നിർമ്മിക്കുന്ന കപ്പൽ കഴിഞ്ഞ ദിവസം നീറ്റിലിറങ്ങിയെന്നാണ് ചൈനീസ് സർക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യ വിമാനവാഹിനിയാണ് വിക്രാന്തെങ്കിൽ ഫുജിയാൻ ചൈനയുടെ 3ാമത്തെ വിമാനവാഹിനിയാണ്. തർക്കമേഖലയായ തെക്കൻ ചൈനാക്കടലിലടക്കം നാവികസേനയെ ശക്തിപ്പെടുത്താൻ ചൈന ഒരുക്കത്തിനിടയിലാണ് പുതിയ വിമാനവാഹിനി കൂടി രംഗത്തിറക്കുന്നത്. ഇതാദ്യമായാണ് ചൈന ഇത്രയും വലിയ വിമാനവാഹിനി സ്വന്തമായി നിർമ്മിക്കുന്നതെന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. അത്യാധുനിക ആയുധങ്ങളും വിമാനങ്ങളെയും വഹിക്കുന്ന ശേഷിയുള്ള ഫുജിയാൻ US-ൻ്റേതടക്കമുള്ള വിമാനവാഹിനികളോട് കിടപിടിക്കുന്ന സംവിധാനങ്ങൾ ഇതിലുണ്ടെന്നുമാണ് റിപ്പോർട്ട്. നീറ്റിലിറങ്ങിയെങ്കിലും മാസങ്ങളോളം നീളുന്ന പരീക്ഷണങ്ങളും പരിശോധനകളും ഫുജിയാന് പിന്നിടേണ്ടതുണ്ട്. അതേസമയം 2020 നവംബറിൽ തന്നെ ബേസിൻസ് ട്രയൽസ് പൂർത്തിയാക്കിയ വിക്രാന്ത് ഇതിനോടകം 3 തവണ സമുദ്ര പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. ഈ വർഷം ജനുവരിയിലാണ് അവസാന സമുദ്ര പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത്. വിശാഖപട്ടണം DROയിൽ ശാസ്ത്രജ്ഞരടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് പ്രോപ്പൽഷൻ സ്റ്റിയറിംഗ് സംവിധാനങ്ങൾ പരീക്ഷിച്ചു നോക്കിയത്. കൂടാതെ മുങ്ങിക്കപ്പലുകളെ കണ്ടെത്തി ഗതി മാറ്റുന്നത് അടക്കമുള്ള പരീക്ഷണങ്ങളും നടത്തി. 262 മീറ്റർ നീളവും 62 മീറ്റർ വീതിയുമുള്ള വിക്രാന്തിന് 45,000 ടണ്ണാണ് ഭാരം. കൊച്ചി കപ്പൽശാലയിലാണ് വിക്രാന്ത് പൂർണ്ണമായി നിർമ്മിച്ചത് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. MiG-29K അടക്കമുള്ള വിമാനങ്ങൾക്ക് പറന്നുയരാൻ തക്കവിധമാണ് ഡെക്കിൻ്റെ രൂപകൽപ്പന. 30 വിമാനങ്ങൾക്ക് പുറമെ 10 ഹെലികോപ്റ്ററുകളും വഹിക്കാൻ വിക്രാന്തിന് ശേഷിയുണ്ട്. എൻജിൻ ഭാഗങ്ങളും സാങ്കേതിക ഘടകങ്ങളും നിർമ്മിച്ചത് ഇന്ത്യൻ കമ്പനികളിൽ തന്നെയാണ്. ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ആധുനികവും സങ്കീർണവുമായ കപ്പലാണ് വിക്രാന്ത് എന്ന വിശേഷണം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളത്തെ രാജ്യത്തെ പ്രധാന വാർത്തയുടെ വിശകലനവുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.